ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഓർപ്പിച്ചതുപോലെ കൊരിന്ത്യർ ലേഖനം പഠിക്കാനൊരു അവസരം ദൈവം നൽകി. 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കാം. 1 Corinthians chapter 6. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്, ഈ ഒരു സെഷനിൽ ചിന്തിക്കാൻ പോകുന്നത് 13-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെയാണ്. വേഴ്സ് 13 to 17. കഴിഞ്ഞ സെഷനിൽ ഞാൻ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയത്തെപ്പറ്റി ചില കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. അത് ഒന്നുകൂടൊന്ന് ചുരുക്കത്തിലൊന്ന് ആവർത്തിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ടെക്സ്റ്റിലേക്ക് തിരിയാം. സ്വാതന്ത്ര്യം എന്നുള്ള കാര്യത്തെപ്പറ്റി ശരിയായ വീക്ഷണം ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് 6-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒരു തത്വം എന്ന് പറയുന്നത്, നിയമപ്രകാരം എനിക്ക് അനുവദനീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനം ആവണം. എനിക്ക് അനുവദനീയമായിട്ടുള്ള കാര്യം ഞാൻ എന്നെപ്പറ്റി മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യം കൂടെ ചിന്തിക്കണം. അതാണ് നമ്മൾ ആദ്യം കണ്ട കാര്യം. എവറിത്തിങ് ദാറ്റ് ഈസ് ലീഗലി പെർമിസിബിൾ ഈസ് നോട്ട് ബെനിഫിഷ്യൽ ടു അതേഴ്സ് ആൻഡ് ദാറ്റ് മസ്റ്റ് ചേഞ്ച്. രണ്ടാമത്തെ കാര്യം, എവറിത്തിങ് ദാറ്റ് ഈസ് ലീഗലി പെർമിസിബിൾ ഷുഡ് റിമെയിൻ അണ്ടർ ക്രൈസ്റ്റ്സ് അതോറിറ്റി. നിയമപ്രകാരം എനിക്ക് അനുവദനീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിൽ വരണം. അതാണ് രണ്ടാമത്തെ കാര്യം. തേർഡ് തിങ്, എവറിത്തിങ് ദാറ്റ് ഈസ് ലീഗലി പെർമിസിബിൾ ഈസ് നോട്ട് ബെനിഫിഷ്യൽ ടു ദ സെൽഫ്, സോ ദേ നീഡ് ടു ഡു വാട്ട് ഈസ് ബെനിഫിഷ്യൽ ടു ദ സെൽഫ്. എനിക്ക് അനുവദനീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രയോജനമാകണമെന്നില്ലെങ്കിൽ അതെനിക്ക് പ്രയോജനമായേ തീരും. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചത്. So having referred to the sexual immorality among Corinthians, Paul will write about what they need to understand about their bodies that were involved in the sin. കൊരിന്ത്യ വിശ്വാസികളുടെ ഇടയിലുള്ള ദുർനടപ്പിനെ പറ്റി പരാമർശിച്ചതിന് ശേഷം ഈ വിശ്വാസികൾ ഈ പാപത്തിൽ അവരുടെ ശരീരത്തോട് കൂടിയിട്ട് ഏർപ്പെടുമ്പോൾ അവരുടെ ശരീരത്തെപ്പറ്റി അറിയുവാനായിട്ടുള്ള ചില കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്നത്. So let's look at each of them in detail. Number 1, their bodies aren't just restricted to the physical aspect. ശരീരം എന്ന് പറയുന്ന കാര്യം കേവലം ദൃശ്യമായ ഘടനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ല. So the Corinthians, they kept visiting prostitutes. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരെ സന്ദർശിക്കുകയായിരുന്നു ചില വ്യക്തികൾ ഈ സഭയിൽ. ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓൺലി മൈ ബോഡി വിച്ച് വിൽ ഡൈ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് ആക്ട്, മൈ സോൾ ഇസ് അൺടച്ച്ഡ്. ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ചാകാൻ പോകുന്ന അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നതിന് ശരീരം മാത്രമേ ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുള്ളൂ, എൻ്റെ പ്രാണന് യാതൊരു വിഘ്നവും സംഭവിക്കുന്നില്ല. Now the word body, the Greek word for body in this context means much more than the physical frame. ഗ്രീക്ക് ഭാഷയിൽ ശരീരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് കേവലം ദൃശ്യമായ ഘടനയെ പറ്റി മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഹോൾ പേഴ്സൺ കമ്പോസ്ഡ് ഓഫ് ഫ്ലഷ്, സോൾ ആൻഡ് സ്പിരിറ്റ്. ഒരു വ്യക്തിയെ മുഴുവനായിട്ട് നിർവചിക്കുമ്പോൾ അതിൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന ഈ 3 കാര്യങ്ങളും കൂടെ ചേർത്താണ് ഇവിടെ ശരീരം എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. Therefore, any act of sexual immorality touches the unseen realms of our being also. ഏത് ദുർനടപ്പിൻ്റെ പ്രവൃത്തിയും ബാധിക്കുന്നത് ശരീരത്തെ മാത്രമല്ല, നമ്മളിൽ അദൃശ്യമായിട്ടുള്ള ആ മേഖലകളിലും അത് ബാധിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത പോയിന്റ് വായിക്കാനായിട്ട് 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 13th verse. 6 verse 13. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിന്, എന്നാൽ ദൈവം. മതി. So in this verse Paul says their bodies are exclusively for the Lord. പൗലോസ് ഇവിടെ പറയുന്നത് ഇവരുടെ ശരീരം ക്രിസ്തുവിന് വേണ്ടിയിട്ട് മാത്രമാണ്. Through the faith that believers put in Jesus for an eternal relationship, they enter into a spiritual exclusive union with Christ, and in this union their bodies, which consists of the physical and invisible aspects, are for the Lord,
and the Lord is for their body. വിശ്വാസത്താൽ ഈ വ്യക്തികൾ ക്രിസ്തുവിനോട് കൂടിയിട്ട് ഒരു നിത്യമായ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തികൾ ആത്മീകമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള, അതായത് വേറെ ആർക്കും ഇല്ലാത്ത പോലുള്ള ഒരു ബന്ധത്തിലേക്കാണ് ഇവർ ക്രിസ്തുവിനോട് കൂടി ഏർപ്പെടുന്നത്. അപ്പോൾ ഈ ബന്ധത്തിൽ അവരുടെ ശരീരം എന്ന് പറയുമ്പോൾ ദൃശ്യമായതും അദൃശ്യമായതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന് വേണ്ടിയിട്ടും കർത്താവ് അവരുടെ ശരീരത്തിന് വേണ്ടിയിട്ടുമാണ്. സോ ദിസ് ഇസ് എ യൂണിയൻ ദാറ്റ് ഇസ് റെസിപ്രോക്കൽ. കർത്താവ് അവർക്കും അവർ കർത്താവിനും. സോ ദർ ഇസ് എ ഹയർ പേർപ്പസ് ഫോർ ദെയർ ബോഡീസ് ഫോർ ദോസ് ഹു ആർ ഇൻവോൾവ് ഇൻ ദിസ് എക്സ്ക്ലൂസീവ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ഈ രീതിയിൽ ക്രിസ്തുവിനോട് കൂടിയിട്ട് ഏകീഭവിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തെപ്പറ്റി ഉന്നതമായ ഒരു ഉദ്ദേശമാണ്. ആൻഡ് വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ്സ് നോട്ട് സെക്സ് ഓർ ഫോർ ദാറ്റ് മാറ്റർ എനി അതർ തിങ് ഇൻ ദിസ് വേൾഡ്. ഒരു ക്രിസ്ത്യാനിയുടെ ശരീരത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ലൈംഗികതയോ അല്ലെങ്കിൽ വേറൊരു കാര്യമോ അല്ല. ഇറ്റ് ഇസ് ടു ബി ഫോർ ഗോഡ്, നോട്ട് ഫോർ സെക്ഷൽ ഇമ്മോറാലിറ്റി. അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അധാർമികതയ്ക്ക് വേണ്ടിയിട്ടോ ദുർനടപ്പിന് വേണ്ടിയിട്ടോ അല്ല. സോ ദിസ് ട്രൂത്ത് ഇസ് പ്രസൻറ്റഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് വേഴ്സ് 13. ഈ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്താണ് ഈ ഒരു കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ടു മേക്ക് ദ കോൺട്രാസ്റ്റ് ടു ദി ഒപ്പീനിയൻ ദാറ്റ് സെക്ഷൽ യൂണിയൻ വിത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് is as normal as eating and drinking. ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് തിന്നുകയും കുടിക്കുകയും ചെയ്തതുപോലെ അത്ര സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവരെ സന്ദർശിക്കുന്നത്. പക്ഷെ അതങ്ങനല്ല. ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ഇവിടെ ഈ വാക്യത്തിൽ. ഇനി 14ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വേഴ്സ് 14. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശരീരത്തിൽ ഉയർപ്പിക്കും. യെസ്, their bodies are promised a resurrection like Christ. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത് ഈ ശരീരങ്ങളെല്ലാം കർത്താവിനായിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ശരീരങ്ങൾക്കെല്ലാം ക്രിസ്തുവിനെ പോലുള്ള ഒരു ഉയർപ്പിനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ത്രൂ ദ സ്പിരിച്വൽ യൂണിയൻ ദാറ്റ് ബിലീവേഴ്സ് ഹാവ് വിത്ത് ക്രൈസ്റ്റ്, ബിലീവേഴ്സ് ഹാവ് ബീൻ വാഷ്ഡ് ഫ്രം ദെയർ സിൻസ്, ജസ്റ്റിഫൈഡ് ആൻഡ് സാങ്ക്ടിഫൈഡ് ത്രൂ ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ്. ഈ വിശ്വാസികൾക്കൊരു ആത്മികമായിട്ടുള്ള ഒരു ഏകീഭാവം ക്രിസ്തുവിനോട് കൂടിയിട്ട് ഉള്ളത് കൊണ്ട് ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിലൂടെ ഇവരുടെ പാപങ്ങളിൽ നിന്നുള്ള ഒരു വിടുതൽ, ഒരു കഴുകിക്കളയൽ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവരെ നീതീകരിച്ചിട്ടുണ്ട്, ഇവരെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓൾ ഓഫ് ദ പെർഫെക്റ്റ് റെക്കോർഡ് ഓഫ് റൈച്ചസ്നെസ് പ്രസൻറ്റ് ഇൻ ജീസസ് ബിക്കംസ് ദ റീസൺ ഫോർ അവർ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ് വെൻ ദാറ്റ് പെർഫെക്റ്റ് റെക്കോർഡ് ഇസ് റെക്കൺഡ് ടു അസ്. ക്രിസ്തുവിലുള്ള എല്ലാ നീതിയും നമ്മളിലേക്ക് കണക്കാക്കപ്പെടുമ്പോൾ അത് നിമിത്തം നമുക്ക് ഒരു പ്രാഗൽഭ്യം ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്. Therefore, just as Jesus, who is sinless and victorious over sin, was raised from the dead by means of God using his power, we who are reckoned with the perfect righteousness that belongs to Jesus are also promised a resurrection for the righteous. പാപരഹിതനായിട്ടുള്ള, പാപത്തിൻ്റെ മേൽ ജയം വരിച്ച ക്രിസ്തു എപ്രകാരം മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നുവോ? എങ്ങനെയാണ് വന്നത്? ദൈവം തൻ്റെ ശക്തിയെ ഉപയോഗിച്ചിട്ടാണ് ഈ ഉയർപ്പ് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു പ്രക്രിയ പോലെ തന്നെയാണ് ക്രിസ്തുവിലുള്ള നീതി നമ്മളിൽ കണക്കാക്കപ്പെട്ട് നമ്മൾ വിശ്വാസികളെ തീർന്നപ്പോൾ നമുക്കും ആ ഒരു ഉയർപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നീതിമാന്മാർക്കുള്ള ഒരു ഉയർപ്പ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ നീതിമാനും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആൻഡ് സോ വി ആർ ഗോയിങ് ടു ബി ഇൻകറപ്റ്റബിൾ ഇൻ അക്കോർഡൻസ് ടു ദ പൊസിഷൻ ദാറ്റ് വി ആർ നൗ ഇൻ. നമുക്കിപ്പോൾ ഉള്ള സ്ഥാനം എന്താണ്? ക്രിസ്തുവിന് മുമ്പിൽ നാം നീതിമാന്മാരാണെന്നുള്ള സ്ഥാനമാണ് നമുക്കുള്ളത്. അത് ക്രിസ്തുവിൻ്റെ നീതി നമ്മളിൽ കണക്കിട്ടത് കൊണ്ടാണ്. ഈ നീതിക്കനുസരിച്ചുള്ള ഒരു ശരീരം, അക്ഷയമായിട്ടുള്ളൊരു ശരീരമാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സോ പോൾ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ ചാപ്റ്റർ 15. ഈ പുതിയ ശരീരം, ഉയർക്കപ്പെട്ട ശരീരത്തെ പറ്റിയുള്ള വിവരണം 15ാമത്തെ അധ്യായത്തിൽ പൗലോസ് എഴുതും. Since we get a glorified body which has nothing to do with sin, believers ought to have an attitude to sexual immorality that is different from the approach that they currently have. ഈ വിശ്വാസികൾക്ക് പാപത്തോട് സംബന്ധമില്ലാത്ത ഒരു തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം ഭാവിയിൽ ലഭ്യമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കാരണത്താൽ ഇപ്പോൾ ഇവർക്ക് ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ട മനോഭാവത്തിൽ നിന്നുമുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മനോഭാവമാണ് ദുർനടപ്പിനോടുള്ള ബന്ധത്തിൽ അവർക്ക് ഉണ്ടാവേണ്ടത്.
Their body is not perishable but eternal. ഇത് ഇവർ ചിന്തിക്കുന്നത് എന്താ? ശരീരം മരിച്ചു പോകും, അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല, ഈ മരിച്ചു പോകുന്ന ശരീരം ജീവനോടെ എഴുന്നേൽക്കും. അത് നിത്യമായൊരു ശരീരമാണ്. സോ ഇറ്റ് വാസ് നോട്ട് മെൻ ടു ബി ഫോർ സെക്ഷൽ ഇമ്മോറാലിറ്റി ബട്ട് ഇറ്റ് വാസ് മെൻ ടു ബി ഫോർ ദ ലോർഡ്. ഉയർക്കപ്പെട്ട ശരീരം അർഹിക്കുന്ന ഇവരുടെ ശരീരം, ഇപ്പോഴത്തെ ശരീരം ദുർനടപ്പിന് വേണ്ടിയിട്ടല്ല, കർത്താവിന് വേണ്ടിയിട്ടാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലേ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാനെടുത്ത വേശ്യയുടെ അവയവങ്ങൾക്ക് ആക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുവാൻ അവളുമായി ഏകശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. യെസ്, their bodies are intrinsically joined to Christ in a spiritual union. ഒരു ആത്മിക ഐക്യത്തിൽ ഇവരുടെ ശരീരങ്ങൾ വേർപിരിയാനാവാത്ത വിധം ക്രിസ്തുവിനോട് കൂടിയിട്ട് ഏകീഭവിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ 3 വാക്യങ്ങളിലും കാണുന്നത്. Not only are their bodies belonging exclusively to Christ, their bodies are intrinsically, inseparably joined to Christ in such a way that their bodies are members or parts of Christ himself. ഞാൻ കർത്താവിൻ്റേതാണെന്ന് മാത്രമല്ല ഇവിടെ പൗലോസ് പറയുന്നത്. എൻ്റെ ശരീരം കർത്താവിൻ്റേതാണെന്ന് മാത്രമല്ല, ഞാൻ കർത്താവിൻ്റെ ശരീരം തന്നെയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കലും വേർപെടാത്ത രീതിയിൽ അത്രത്തോളം ആഴമായ ഒരു യൂണിയൻ, അതാണ് എനിക്കും കർത്താവിൻ്റെയും കൂടെ ഉള്ളത്. ക്രൈസ്റ്റ് ഈസ് ഹോളി, ബ്ലെയിംലെസ്, സെപ്പറേറ്റ് ഫ്രം സിന്നേഴ്സ് ആൻഡ് ഫുൾ ഓഫ് റൈച്ചസ്നെസ്. ക്രിസ്തു പവിത്രൻ, നിർദോഷൻ, പാപികളിൽ നിന്നും വേർപെട്ടവൻ, നീതിയാൽ നിറയപ്പെട്ടവനാണ്. And the Corinthian believers, through the redemption that Christ provided them, have been made partakers of the divine nature. അവർക്ക് ക്രിസ്തു ലഭ്യമാക്കി കൊടുത്ത ഈ നീതി നിമിത്തം ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളായി തീർന്നിരിക്കുകയാണ് ഈ കൊരിന്ത്യ വിശ്വാസികൾ. And hence they share all of the moral attributes that Christ has in their bodies. ക്രിസ്തുവിനുള്ള എല്ലാ ധാർമ്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ ശരീരത്തിൽ പ്രകടമാക്കേണ്ടതാണ്, അതവരുടെ ശരീരത്തിൽ കാണപ്പെടേണ്ടതാണ്. ഇൻഫാക്ട് ക്രൈസ്റ്റ്സ് DNA is now in them. ക്രിസ്തുവിൻ്റെ DNA, അതിന് മലയാളമാക്കി എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് അർത്ഥം അറിയാം. ഒരു വ്യക്തിയിലുള്ള എല്ലാ ഗുണങ്ങളും എല്ലാ സ്വഭാവവിശേഷതകളും ഇപ്പോൾ ക്രിസ്തുവിൽ നിന്ന് ലഭ്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സോ ക്രൈസ്റ്റ്സ് DNA is now in them and they are siblings of Christ. ഇവർ ഇപ്പോൾ കർത്താവിൻ്റെ സഹോദരന്മാരാണ്. നമ്മളെല്ലാവരും കർത്താവിൻ്റെ സഹോദരന്മാരായതുകൊണ്ട് ആ സ്വഭാവം തന്നെ നമ്മളിൽ കാണപ്പെടണം. Being an inseparable union with Christ who is holy, is it right for a believer to involve in sexual immorality by engaging in sexual relationship with prostitutes? ഇത്തരത്തിലുള്ള ഒരു വേർപിരിയാൻ പറ്റാത്ത ഒരു ബന്ധം ഈ വിശുദ്ധനായ ക്രിസ്തുവിനോട് കൂടിയിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ വിശ്വാസികൾക്ക് വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുമായിട്ട് ശയിക്കുവാനുള്ള അനുവാദം, അതിലൂടെ ദുർനടപ്പിൽ നടക്കുവാനുള്ള അനുവാദം ക്രിസ്ത്യാനികൾക്കുണ്ടോ? Paul answers that with an emphatic no in verse 15. ഒരിക്കലുമില്ല, may it never be എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അതിനുള്ള ഉത്തരം നൽകുന്നത്. And then in verse 16, Paul reminds them through a question that one who engages in sex with a prostitute becomes one with her in the body. പൗലോസ് ഒരു ചോദ്യത്തിലൂടെ ഒരു കാര്യം അവരുടെ മുമ്പിൽ സമർത്ഥിക്കുകയാണ്. വേശ്യയായിട്ട് ശയിക്കുന്നവൻ അവളോട് ശരീരത്തിൽ ഒന്നായി തീർന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഒരു ചോദ്യരൂപേണ പൗലോസ് ഒരു കാര്യം സമർത്ഥിക്കുന്നുണ്ട്. സോ പോൾ കോട്ട്സ് Genesis 2:24, the two shall become one flesh. ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുള്ള കാര്യം പൗലോസ് ഇവിടെ ഉദ്ധരിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ഇറ്റ്സ് ടു ടെൽ that sexual union actually is in contrast to what the Corinthians thought. കൊരിന്ത്യ വിശ്വാസികൾ ചിന്തിക്കുന്നതിനേക്കാൾ വിപരീതമാണ് യഥാർത്ഥമായിട്ടുള്ള ലൈംഗിക ഐക്യം. They thought that just like food enters the body and leaves, sex is just a physical thing that has nothing in the long run. ഇവർ വിശ്വസിച്ചിരുന്നത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, ഈ ഭക്ഷണം നമ്മൾ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളതുപോലെ വളരെ ലാഘവത്തോടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ലൈംഗികത എന്നുള്ളതും
അത് ദീർഘകാലത്തേക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതുമായിരുന്നു ഇവരുടെ ചിന്ത. However, the Corinthians and you and I need to understand one thing. അവരും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, sexual union which is designed by God is meant to be a means for the connection of the souls involved, not just a physical connection. ദൈവം ഉണ്ടാക്കിയ ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് കേവലം ശരീരങ്ങളുടെ ഒന്നാകുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ ആത്മാവിൻ്റെ ഒരു ഐക്യവും അവിടെ ഉണ്ട്. There is a connection of the soul in there. It's a union of two minds knit together in souls and emotions. രണ്ട് മനസ്സുകളുടെ ഒരു കണക്ഷനാണ് ഇവിടെ, ഒരു ബന്ധമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പ്രാണനിലും വികാരങ്ങളിലുമുള്ള ഒരു ഐക്യം, അതാണ് സത്യത്തിൽ ഇതിൽ നടക്കുന്നത്. When a believer who is made new is involved in a sexual relationship with a prostitute or with any other person who is not married to them, he is trying to be in unity in every way, physical and emotional, with someone who is in the realm of sin. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളുമായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാത്ത ഒരാളുമായിട്ട് ഒരു ലൈംഗിക ബന്ധത്തിൽ ഒരു വിശ്വാസി ഏർപ്പെട്ടാൽ എന്താണ് ആ വ്യക്തി ശ്രമിക്കുന്നത്? എല്ലാ തലത്തിലും പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ശാരീരികവും മാനസികമായിട്ടുള്ളൊരു ഐക്യത്തിൽ പോകുവാനാണ് ആ വ്യക്തി തീരുമാനിക്കുന്നത്. This union involves the coming together of personalities, and though this is an unseen reality, this union alters and affects both parties involved. രണ്ട് വ്യക്തികൾ ഒന്നു ചേരുമ്പോഴുള്ളൊരു കാര്യമാണ്, ഇതൊരു അദൃശ്യ യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഈ ഒരു ഐക്യം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളെയും ബാധിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു കെൻ ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ. ഇത് ഉപയോഗിച്ചിട്ട് കളയാൻ പറ്റുന്നൊരു കാര്യമല്ല, ഇത് രണ്ടുപേരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ദ റിമെയിൻസ് ഓഫ് ദ സെക്ഷൽ അലയൻസ് സ്റ്റേസ് വിത്ത് അസ് ഫോർ എ ലോങ് ടൈം. വി കനോട്ട് ബി ജസ്റ്റ് കാഷ്വൽ ഓർ അൺഎഫക്റ്റഡ് ബൈ ഇറ്റ്. ഇത്തരത്തിലുള്ള ഒരു ദുർനടപ്പിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ഉള്ളിൽ ദീർഘകാലം നിൽക്കുന്നൊരു കാര്യമാണ്. അത് നമുക്ക് ലാഘവത്തോടെ എടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല, അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കത്തില്ല എന്ന് നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഒരു ഉദാഹരണം ഞാൻ കേട്ട ഒരു ഉദാഹരണം, നമ്മളൊരു ടേപ്പ് നമ്മളുടെ കയ്യിൽ നമ്മൾ ഒട്ടിച്ചു എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മളത് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുക? നമ്മളുടെ കയ്യിലുള്ള രോമങ്ങൾ മുഴുവൻ അതിൻ്റെ കൂടങ്ങ് വലിക്കും. അപ്പോൾ നമുക്കൊരു വേദന ഉണ്ടാകും. അപ്പോൾ ഈ ഒരു യൂണിയൻ അത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. Now let's look at verse 17. 17ാമത്തെ വാക്യത്തിൽ പൗലോസ് എന്താ പറയുന്നത്? Paul seeks that the Corinthians avoid sexual immorality with prostitutes by reminding them and us that whoever is united with the Lord is one with him in spirit. ഇത്തരത്തിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തികളോട് ശയിക്കുന്ന കാര്യം നിർത്തണമെന്ന് പറയുന്നതിൻ്റെ പുറകിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അവരും നമ്മൾ കർത്താവിനോടൊപ്പം ആത്മാവിൽ ഐക്യപ്പെട്ട് നിൽക്കുന്നവരാണ്. സോ ജസ്റ്റ് ലൈക്ക് എ സെക്ഷൽ യൂണിയൻ വിത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, ഇറ്റ് അഫക്ട്സ് ബോത്ത് പാർട്ടീസ് ഇൻവോൾവ്. A Christian's union with Christ likewise affects both him and the Savior. ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന ആൾക്കാരോട് ശയിക്കുമ്പോൾ അത് രണ്ട് കൂട്ടരെയും ബാധിക്കുന്നത് പോലെ തന്നെ ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനോട് കൂടിയിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് അവനെയും കർത്താവിനെയും ബാധിക്കുന്നൊരു കാര്യമാണ്. And therefore one cannot act without affecting one another. മറ്റുള്ളൊരാളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫാക്ട്. സോ ലെറ്റ് മീ ജസ്റ്റ് ഗിവ് യു 4 lessons വിത്ത് റിഗാർഡ് ടു ദിസ്. ഇതിനുള്ള ബന്ധത്തിൽ 4 പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് ചിന്തിക്കാം. സോ ദ ലെസൺ നമ്പർ 1, many who are involved in illicit relationships, be it physical and emotional, in churches and outside, must understand that sexual immorality is a very serious thing and it doesn't just involve our bodies only. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ശാരീരികമായിട്ടുള്ളതോ അതോടൊപ്പം വൈകാരികമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് ദുർനടപ്പ് എന്നുള്ള കാര്യം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണെന്നുള്ളതും അത് കേവലം ശരീരത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ദ കൾച്ചർ അറൗണ്ട് അസ്, സോഷ്യൽ മീഡിയ, the entertainment industry around us, they all deceive us into thinking
that such actions of sexual immorality like premarital sex, extramarital affairs, one-night stands with prostitutes are all normal, done by everyone, and those who do so are unaffected in minds and emotions. നമുക്ക് ചുറ്റുമുള്ള സംസ്കാരം, സമൂഹ മാധ്യമം, അതോടൊപ്പം തന്നെ സിനിമ പോലുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇതെല്ലാം നമ്മളെ ചതിക്കുന്നു. എങ്ങനെയാണ് നമ്മളെ ചതിക്കുന്നത്? വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം, വിവാഹത്തിൽ നിൽക്കെ പരസ്ത്രീ പരപുരുഷ ബന്ധം, വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവരോടുള്ള ശയിക്കൽ, ഇതെല്ലാം സാധാരണ കാര്യങ്ങളാണെന്നുള്ളതും അതെല്ലാവരും ചെയ്യുന്നതാണെന്നുള്ളതും അത് ചെയ്യുന്നവർക്ക് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ലെന്നുള്ളതും മനസ്സും വികാരങ്ങൾക്കും ഒരു നഷ്ടവും സംഭവിക്കുന്നില്ലെന്നുള്ളതും ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നമ്മളെ ചതിച്ച് നമ്മളെ കുഴിയിൽ ചാടിക്കാൻ നോക്കുകയാണ്. But the scriptures rightly remind us that sexual union is a union of two persons with all of their being, physical and invisible realms being involved. തിരുവെഴുത്ത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നൊരു കാര്യം എന്താണ്? ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ അവരുടെ എല്ലാ അന്തരംഗവും കൂടി ചേർത്ത് ബാഹ്യമായതും കാണപ്പെടാത്ത അദൃശ്യ മേഖലകളും എല്ലാം ഉൾക്കൊണ്ടാണ് ഈ കാര്യത്തിൽ ഏർപ്പെടുന്നത്. ദിസ് ഇസ് ദ ട്രൂത്ത്. ഇതാണ് സത്യം. സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, റിമൈൻഡ് yourselves that physical intimacy is a great gift that God has given to humankind. ലൈംഗികത എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് കൊടുത്ത ഒരു വലിയ ദാനമാണ്, വളരെ നല്ലൊരു ദാനമാണ്. Other creations do have physical intimacy, but the scope and importance becomes much bigger when it comes to us who are made in God's image. മറ്റു സൃഷ്ടികൾക്കും പ്രത്യുൽപാദന ശേഷിയൊക്കെ ഉണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യാപ്തിയും പ്രാധാന്യതയും വലുതാണ്. The unity and intimacy that exists between the members of the Trinity is what God wanted man to reflect when a man and woman are joined in marriage and are one in flesh. തൃത്വത്തിൽ കാണപ്പെടുന്ന ആ ഐക്യവും സ്നേഹവും അതായിരുന്നു ദൈവം മനുഷ്യനെയും പുരുഷനെയും സ്ത്രീയെയും വിവാഹത്തിൽ ചേർക്കുമ്പോൾ അവരൊരു ശരീരമായി തീരുമ്പോൾ പ്രതിഫലിക്കേണ്ടത്. സോ സെക്ഷൽ യൂണിയൻ ഹാസ് ഗോട്ട് ദാറ്റ് ഡൈമെൻഷൻ. ലൈംഗിക ബന്ധം എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ ഒരു തലമുണ്ടെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഡ്യൂ ടു ദ ഫോൾ our ideas of sex have become corrupted. മൂന്നാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ്റെ വീഴ്ച നടന്നതിന് ശേഷം ലൈംഗികതയെ പറ്റിയുള്ള നമ്മളുടെ വിചാരങ്ങളെല്ലാം മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. And Satan continues to deceive the world by promising happiness to everyone who lives in fornication. ദുർനടപ്പിൽ നടക്കുന്ന എല്ലാവർക്കും സന്തോഷം വാഗ്ദാനം ചെയ്യുകയാണ് സാത്താൻ. And when God saved us, who put faith in Jesus Christ, He brings us to the original design that He had when He created for us the great gift called sex. ക്രിസ്തുവിൽ നമ്മൾ വിശ്വാസമർപ്പിച്ചപ്പോൾ ദൈവം നമ്മളെ രക്ഷിച്ചു. അങ്ങനെ രക്ഷിക്കുമ്പോൾ ദൈവം ഇത്ര മഹത്തരമായിട്ടുള്ള ലൈംഗികത എന്നുള്ള ദാനത്തെപ്പറ്റി എന്താണ് വിഭാവന ചെയ്തത്? ആ വിഭാവനയിലേക്ക് ദൈവം നമ്മളെ തിരികെ വിളിച്ചു കൊണ്ടുവരികയാണ്. So He gives us a new heart and spirit so that we use this gift in the newness of life that we have in Christ. ക്രിസ്തുവിൽ നമുക്കുള്ള ഒരു പുതുക്കം പ്രാപിച്ച ജീവൻ ഉള്ളതുകൊണ്ട് ആ പുതുക്കത്തിൽ നമ്മൾ ഈ ദാനത്തെ ഉപയോഗിക്കാനായിട്ടാണ് ദൈവം നമുക്കൊരു പുതിയ ഹൃദയത്തെയും പുതിയ ആത്മാവിനെയും നൽകുന്നത്. So may God help us to see and use this gift of sex in a manner that scriptures tell us to do so. തിരുവെഴുത്ത് എപ്രകാരം ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇത് ഉപയോഗിക്കുവാൻ ദൈവം നമ്മൾക്ക് കാണുവാനുള്ള കാഴ്ച നൽകട്ടെ. Second lesson. As Christians, we should remember that there is a spiritual connection for us with the Lord and that involves our bodies too. നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ കർത്താവിനോട് കൂടിയിട്ട് ഒരു ആത്മിക ബന്ധമുണ്ട്. ആ ആത്മിക ബന്ധത്തിൽ നമ്മളുടെ ശരീരം ഉൾപ്പെട്ട് നിൽക്കുകയാണ്. So we who are redeemed recommit to loving the Lord with all of our heart, soul, mind and strength after having lived in the sensual pleasures of the world. വീണ്ടെടുക്കപ്പെട്ട നമ്മൾ
ലോകത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകളിലും നടന്നതിന് ശേഷം നമ്മൾക്കൊരു പുതുക്കം ഉണ്ടായി. രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു പുതുക്കമുണ്ടായി. എന്താണ് ആ പുതുക്കം? ആ പുതുക്കത്തിൽ എന്ത് കമ്മിറ്റ്മെൻ്റാണ് നമ്മൾക്ക് ദൈവത്തോടുള്ളത്? നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവിനോടും മനസ്സോടും ശക്തിയോടും കൂടി സ്നേഹിക്കണം. In other words, keep always in mind that the gospel not only touches the spirit and soul, it also changes the way we use our bodies. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുമ്പോൾ, അത് നമ്മളുടെ പ്രാണനും ആത്മാവിനും വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമല്ല, അത് നമ്മളുടെ ശരീരത്തെയും കൂടെ ബാധിക്കുന്ന ഒന്നാണ്. നമ്മൾ ശരീരം എങ്ങനെ ഉപയോഗിക്കണമെന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സുവിശേഷം എന്നുള്ള സത്യം. രക്ഷിക്കപ്പെട്ട ആത്മാവ് എങ്ങോട്ട് പോകുമെന്നുള്ളത് മാത്രമല്ല, ആ പോകുന്ന സ്ഥലത്തിനനുസരിച്ച് ശരീരം കൊണ്ട് ഇങ്ങോട്ട് ഇവിടെയും ജീവിക്കണമെന്നുള്ളതും പഠിപ്പിക്കുന്നു. അതാണ് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. ലെസൺ നമ്പർ 3. As Christians, we have the promise of the resurrection of our bodies because we have been reckoned as victorious over death through faith in Jesus Christ. നാം ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ നീതി പ്രവൃത്തിയിലൂടെ, മരണത്തിലൂടെ, പുനരുദ്ധാനത്തിലൂടെ നമ്മളെ ദൈവം എങ്ങനെയാണ് കണക്കിടുന്നത്? പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും ജയം വരിച്ചവരായിട്ട് ദൈവം നമ്മളെ കണക്കിടുകയാണ്. നമ്മൾ ആ ഒരു ജയം കൈവരിച്ചിട്ടില്ല, പക്ഷേ അങ്ങനെ ജയം കൈവരിച്ചു എന്നുള്ള ഒരു വെളിപ്പേര് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ വെളിപ്പേരുള്ള നമുക്ക് ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, നമ്മളുടെ ശരീരത്തിൻ്റെ ഉയർപ്പിന്ന വാഗ്ദത്തം. Since the power of God that was present in the resurrection of Christ will be present in our bodily resurrection too, we can be sure that the same power of God is present today with us and will help us to gain victory over sins that challenge us even today. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുവരുത്താം, ആ ശക്തി നമ്മളുടെ ഉയർപ്പിലും വ്യാപരിക്കും. അത് ഭാവിയിലുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഉയർപ്പിൽ ആ ശക്തി വ്യാപരിക്കും. അപ്പോൾ ഭാവിയിൽ വ്യാപരിക്കുന്ന ശക്തി അത് നമുക്കിപ്പോഴും നമ്മളുടെ അടുത്തുണ്ട്. മനസ്സിലായില്ലേ? ഇറ്റ്സ് ദെയർ വിത്ത് അസ്. എന്തുകൊണ്ടാണ്? നമ്മളെ ഇന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ പാപങ്ങളുടെ മേലും ജയം വരിക്കുവാൻ ആ ശക്തി നമ്മളുടെ ഒപ്പം ഉണ്ട്. സോ വി ലിവ് ആസ് ചേഞ്ച്ഡ് പീപ്പിൾ ഇൻ എൻ അൺചേഞ്ച്ഡ് വേൾഡ് ആൻഡ് വി ആർ ഗിവൺ എ ന്യൂ ഹാർട്ട് ആൻഡ് ന്യൂ സ്പിരിറ്റ് ടു ലിവ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ഡിസയേഴ്സ്. മാറ്റമില്ലാത്ത ലോകത്തിൽ മാറ്റം വന്നവരായിട്ട് നാം ജീവിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവിനെയും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ബട്ട് വി ലിവ് ഇൻ ദ സിൻഫുൾ ഫ്ലഷ്. ഹൃദയവും ആത്മാവും പുതിയതാണ്, ശരീരം പഴയതാണ്. വിച്ച് ഇസ് നോട്ട് യെറ്റ് ഗ്ലോറിഫൈഡ്. ഇതിന് തേജസ്കരണം സംഭവിച്ചിട്ടില്ല. സോ ഹിയർ ഇസ് വെയർ ദ പവർ ഓഫ് ഗോഡ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് us in overcoming sinful tendencies. ഇവിടെയാണ് പാപത്തിനെ ജയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ശക്തി, അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളെ ഈ പാപത്തെ തോൽപ്പിക്കുവാൻ സഹായിക്കുന്നത്. സോ ദാറ്റ് ഇൻ അവർ ലോലി ബോഡീസ് വി ക്യാൻ ലിവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗ്ലോറിഫൈഡ് ബോഡീസ് ദാറ്റ് വി വിൽ റിസീവ് ഇൻ ഇറ്റേണിറ്റി. നമുക്ക് നിത്യതയിൽ ലഭിക്കുന്ന തേജസ്കരിക്കപ്പെട്ട ശരീരത്തിനോട് അനുബന്ധിച്ച് ഈ താഴ്മയുള്ള ശരീരത്തിൽ ഇത്തരത്തിൽ ജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭ്യമാകും. ദാറ്റ്സ് ദ തേർഡ് ലെസൺ. Fourth lesson, there may be times when sin and temptations attract us who are in a spiritual union with Christ. പലപ്പോഴും ക്രിസ്തുവിനോട് കൂടിയിട്ട് ബന്ധമുള്ള നമുക്ക് പാപവും പരീക്ഷണങ്ങളും പലപ്പോഴും ഉണ്ടാവും. നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. And at times we may fail into the temptations we face. നമ്മൾ ഫേസ് ചെയ്യുന്ന പരീക്ഷകളിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടും. ഇൻ ടേംസ് ഓഫ് സെക്ഷൽ ഇമ്മോറാലിറ്റി, ദിസ് ഈസ് എൻ ഓൺഗോയിങ് ടെംപ്റ്റേഷൻ ദാറ്റ് വി ഫേസ്. ഈ ദുർനടപ്പിൻ്റെ കാര്യത്തിൽ ഇത് നമ്മൾ എല്ലാവരും പല രീതിയിൽ തുടർമാനമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഓൾദോ വി ഇൻ ദീസ് ഡേയ്സ് ഡോണ്ട് ഇൻവോൾവ് ഇൻ സെക്ഷൽ ഇമ്മോറാലിറ്റി വിത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഫിസിക്കലി, there are indeed quite a few who are involved in illicit affairs among us. നമ്മളിൽ ആരും അങ്ങനെ വേശ്യാവൃത്തി ചെയ്യുന്നവരുടെ അടുത്ത് പോകുന്നില്ല, ശാരീരികമായിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മളുടെ ഇടയിലുള്ള ഒരു കാര്യമുണ്ട്, പല സ്ഥലത്തും നടക്കുന്ന ഒരു കാര്യമുണ്ട്. അവിഹിതത്തിലേർപ്പെടുന്ന പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്.
ദാറ്റ്സ് എ ട്രൂത്ത്. അവിഹിതത്തിൽ ഏർപ്പെടുന്ന പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ദർ ആർ സം ഹു ഹാവ് ബീൻ ഇൻവോൾവ് ഇൻ സെക്ഷൽ അബ്യൂസ് ഓഫ് അതേഴ്സ്. മറ്റുള്ള വ്യക്തികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന വ്യക്തികളും നമ്മുടെ ഇടയിലുണ്ട്. ഇതൊക്കെ പരസ്യമായിട്ട് പറയാൻ പലർക്കും മടിയാണ്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്, നമ്മളിത് പറഞ്ഞേ തീരൂ. വി ഓൾസോ ഹാവ് സം ഹു കമ്മിറ്റ് അഡൾട്ടറി ഓൺ എൻ ഇമോഷണൽ ലെവൽ വിത്ത് സമൺ ഹു ഇസ് നോട്ട് മാരിഡ് ടു അസ്. നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രവണതയുണ്ട്. നമ്മളോട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരാളോട് വൈകാരിക തലത്തിൽ വ്യഭിചാരം ചെയ്യുന്ന ഒരു പ്രവണത പലർക്കും ഉണ്ട്. പോർണോഗ്രാഫി ഈസ് അനദർ ഏരിയ ഇൻ വിച്ച് വി ഫെയിൽ ഇൻ ദ മെൻ്റൽ ലെവൽ. മാനസിക തലത്തിൽ നമ്മൾ പരാജയപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അശ്ലീല വീഡിയോകൾ കാണുന്ന കാര്യം. അറ്റ് സച്ച് ടെംപ്ടേഷൻസ് വി മസ്റ്റ് ബ്രിങ് ടു തിങ്സ് ടു റിമെമ്പറൻസ്. ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. നമ്പർ 1, all of my being, intellect, emotion, physical, are exclusively for the Lord Jesus Christ. എൻ്റെ ഉള്ളിലെ വികാരങ്ങൾ, വിചാരങ്ങൾ, ശരീരം, അതെല്ലാം കർത്താവിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്, അവൻ പറയുന്നതനുസരിച്ച് മാത്രമാണെന്നുള്ളതിൻ്റെ ഒരു പുനർവിചിന്തനം ഉണ്ടാവണം. സെക്കൻഡ്, all of our bodies are intrinsically joined to Jesus Christ in a way that our bodies are members of Christ. ഒരിക്കലും വേർപിരിയാത്ത രീതിയിലുള്ള ഒരു നിത്യമായൊരു ബന്ധം എനിക്കും യേശു ക്രിസ്തുവിനും തമ്മിലുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കുണ്ടാവണം. സോ ഹിയർ ഇസ് ദി ആപ്ലിക്കേഷൻ ഫോർ ദിസ്. ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം. ആസ്ക് യുവർ സെൽഫ് ദീസ് ക്വസ്റ്റ്യൻസ്. Number 1, would Christ, the holy, blameless and separate from sinners, indulge in such sins with his mind and body? പവിത്രനും നിർദോഷനും പാപികളിൽ നിന്നും വേർപെട്ടവനുമായിട്ടുള്ള യേശു തൻ്റെ മനസ്സും ശരീരം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമോ? Second question, if I am a member of the Holy One who is Jesus, shouldn't I react in the same way he does? ആ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായിരിക്കുന്ന ഞാൻ, അവൻ ജീവിക്കുന്നത് പോലെ ജീവിക്കണ്ടേ? Third question, do I see myself yielding to sin and temptation as a rebellion to the ownership that Jesus has over me? Or do I see my yielding to sin and temptation as a rebellion to the ownership that Jesus has over me? പലപ്പോഴും ഞാൻ പാപത്തിനോട് യെസ് പറയുമ്പോൾ യേശു ക്രിസ്തുവിന് എൻ്റെ മേലുള്ള ഉടമസ്ഥതയ്ക്കെതിരെ ഒരു മറുതലിപ്പായിട്ട് ഞാനതിനെ കാണുന്നുണ്ട്. ഈ വീഴ്ചയുള്ള ശരീരത്തിൽ പലപ്പോഴും നമ്മൾ യെസ് പറഞ്ഞു പോകും പല തലത്തിൽ. പക്ഷെ അതിനെ ഒരു മറുതലിപ്പായിട്ട് നമ്മൾ കാണുന്നുണ്ടോ, അതോ അതിനെ സന്തോഷമായിട്ടാണ് കാണുന്നത്? ഡു യു സീ ദാറ്റ് ആസ് എ റെബെലിയൻ ഓർ ഡു യു സീ ദാറ്റ് ആസ് ഹാപ്പിനെസ്? മേ ദീസ് ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് ഇൻ അവർ സാങ്ക്ടിഫിക്കേഷൻ ഇൻ ദ ഡേയ്സ് അഹെഡ്. നമ്മളുടെ ശുദ്ധീകരണത്തിൽ ഈ ചോദ്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ. So Paul does have a few more things to say in relation to this issue of sexual immorality. ദുർനടപ്പിനെ പറ്റി ഇനിയും ചില കാര്യങ്ങൾ പൗലോസിന് പറയാനുണ്ട്. And next session we will look at verse 18 to 20. 18-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെയുള്ള ഈ ഭാഗത്ത് ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ കൂടെ പൗലോസ് പറയുന്നുണ്ടാവും. ആ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത സെഷനിലേക്ക് മാറ്റിവെക്കാം. So may God's name be glorified in our minds and bodies that belong to Christ and are members of Christ. നമ്മൾ മനസ്സും ക്രിസ്തുവിൻ്റെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരമായ നമ്മളിലും ദൈവത്തിൻ്റെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ എന്നുള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥനയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ.